ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യഥാർത്ഥത്തില് അവളുടെ ഭർത്താവ് തിരിച്ചു വന്ന ഞാൻ എന്ത് ചെയ്യുമെന്നാണോ? അങ്ങനെയാണോ ചോദിച്ചേ? മനസ്സിലായി. അങ്ങനെ ചോദിച്ചാ ഉറപ്പായിട്ടും അവൻ തന്നെ ആവും അത് എടുത്തോണ്ട് പോയത്. ഇതിപ്പോ പല തവണയായി ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അടിച്ചു മാറ്റി അത് വിൽക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് പലതും ഞാൻ കണ്ടില്ലെന്ന് നടിക്കായിരുന്നു. ഇതെന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. സ്വർണം വെച്ച കാശ് കൊണ്ട് അവനെന്താ ചെയ്യുന്നത്? അത് നീ ചോദിച്ചില്ലേ? ഇപ്പൊ കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും മൂക്കറ്റം കുടിച്ചിട്ടാ വീട്ടിൽ കയറി വരുന്നത്. അയ്യോ, ഞാനിതൊന്നും ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നവനിങ്ങി വരട്ടെ, എന്റെ തനി സ്വഭാവം അവനിന്ന് അറിയും. എന്റെ ഭഗവാൻ, ഇനി എന്തൊക്കെ കാണണം? ഈ ചെറുക്കൻ കള്ളുകൂടിയും തുടങ്ങിയോ? ഹലോ മാഷേ. ഇതാരത്? വക്കീലോ? എന്താ ഇവിടെ? നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്ന് പറയാതെ വരില്ലേ? അത് ഒരു വണ്ടി ഓട്ടം വിളിക്കുമ്പോ അതിനൊക്കെ ചില മര്യാദകളില്ലേ? എന്ത് മര്യാദ? ഓട്ടം പോകുന്നു, കാശ് വാങ്ങിക്കുന്നു, അല്ലാതെന്താ? അതെ വക്കീൽ സാറേ, ആദ്യം ടാക്സി ഡ്രൈവറോട് എവിടെയാണ് പോകേണ്ടതെന്ന് പറയണം. ഓഹോ, എന്നിട്ട് വേറെ ഓട്ടോ ഒന്നും ഏറ്റിട്ടില്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഡ്രൈവർ വരും. ആഹാ, ഇത്രയ്ക്ക് ഡിമാൻഡാണോ? എന്നാ പിന്നെ ഞാൻ വേറെ വണ്ടി വിളിച്ചു പോക്കോളാം. അല്ല, നിക്ക് പോവാൻ വരട്ടെ. അങ്ങനെ എന്റെ വണ്ടി ഓട്ടം വിളിച്ചിട്ട് വേറെ വണ്ടി ഓട്ടം വിളിച്ച് പോകാനൊന്നും പറ്റില്ല. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അത് ശരി, എന്നെ നിയമം പിടിപ്പിക്കുവാണോ? എന്നാ പിന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പോവാ. അല്ല അല്ല അതെങ്ങനെ ശരിയാവും? പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ കാറിനകത്ത് ഒരു സ്ത്രീയെ കണ്ട നാട്ടുകാർ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിച്ചോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. അല്ല അപ്പോ എന്റെ ഭാവി, എന്റെ ഭൂതം. മര്യാദയ്ക്ക് വണ്ടി എടുക്കടോ, ഇല്ലെങ്കിൽ തന്നെ കേസിന്റെ കാര്യം പോക്ക. അയ്യോ ചതിക്കല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അങ്ങനെ വഴിക്ക് വാ. ഓ ഉത്തരവേ. ഇനി പറ, എങ്ങോട്ടാ പോണ്ടേ? ബീച്ചിലേക്ക്. അവിടെ വിട്ടാ മതിയോ? പോരാ, തിരിച്ചു കൊണ്ടുവരേ വേണം. അയ്യോ, അത് ഒരുപാട് ലേറ്റ് ആവുമല്ലോ. ടാക്സി ചാർജിന്റെ കൂട്ടത്തിൽ താൻ വെയിറ്റ് ചെയ്യുന്നതിന്റെ ചാർജ് കൂടി തരാം. എന്താ പോരെ? മതിയേ, ധാരാളം. എന്നാ വണ്ടി എടുക്ക്. ഈ ഗോരിത് എവിടെ പോയി കിടക്കുവാ? രാജീവേട്ടാ, എന്തെങ്കിലും വേണോ? ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തു. എത്ര നേരമായി കാത്തിരിക്കുന്നു അറിയോ? അല്ലെങ്കിലും ഈ ആശുപത്രി കൂട്ടിരിപ്പ് ഇത്തിരി കട്ടിയുള്ള ഏർപ്പാടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. അതെ, രാവിലെ വന്നേക്കണം, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ, അതങ്ങ് പറഞ്ഞേക്കരുത്. രാജീവേ, ഇവിടെ തന്നെ ബോറടിപ്പിച്ചോ? രാജീവേട്ടനല്ല, എനിക്കാ ബോറടിച്ചത്. രാജീവേട്ടാ, ഞാൻ പോയിട്ട് വരാം. അവള് രക്ഷപ്പെട്ടു പോയതാ. ഇത്രയും നേരം കടിച്ചു പിടിച്ചാ അവള് നിന്റെ അടുത്ത് ഇരുന്നത്. ഇവളെ പോലും മടിച്ച്. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞു? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ലെന്നാ? സാരമില്ലടോ, എല്ലാം ശരിയാവും. പിന്നെ രാജീവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന്
അപകടം നടന്ന ദിവസം നമ്മൾ വഴക്കിട്ടില്ലേ? അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രാജീവ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് സത്യമാണ് രാജീവേ. എന്ത് കാര്യമാണെന്നോ? എനിക്ക് ഓർക്കുന്നില്ലേ? അതായത് സമ്പ്രദയുടെ യഥാർത്ഥ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞത് സത്യമാണോ? പറ രാജീവേ. അത് രാജീവ് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ? സമ്പതയെയോ ഭർത്താവിനെയോ ബന്ധുക്കളെയോ അങ്ങനെ ആരെങ്കിലും രാജീവിനറിയോ? സത്യം പറഞ്ഞ അത് കേട്ട നിമിഷം മുതൽ എന്റെ ഉള്ളിലൊരു തീ പിടിച്ചതാ. ഇപ്പോഴും അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം രാജീവിനറിയാലോ. അവളെന്റെ കുഞ്ഞിന്റെ അമ്മയാ. പറ രാജീവേ, എനിക്കതറിയാതെ ഒരു സമാധാനവും ഇല്ല. എന്താ എന്താ രാജീവേ? ഒരു കാര്യം എന്നോട് ചോദിക്കട്ടെ എന്നാണോ? ചോദിക്കേ. എന്താ രാജീവിന് ചോദിക്കാനുള്ളത്? എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയാമോ? യഥാർത്ഥത്തില് അവളുടെ ഭർത്താവ് തിരിച്ചു വന്നാ ഞാൻ എന്ത് ചെയ്യുമെന്നാണോ? അങ്ങനെയാണോ ചോദിച്ചേ? മനസ്സിലായി. അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല രാജീവേ. എന്ത് എന്ത് തിരിച്ചു കൊടുക്കോ? സമ്പ്രദയെ തിരിച്ചു കൊടുക്കുമെന്ന്